കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തുളസി, തുളസി നീ എവിടെയാ? ഞാനിപ്പോ റോഡില്ല. എയർപോർട്ടിലേക്ക് പോവാൻ ഒരു വണ്ടി നോക്കുക, കിട്ടുന്നില്ല. കുറെ നേരമായി. നോക്കട്ടെ. ഒരു വണ്ടി വരുന്നുണ്ട്, നോക്കട്ടെ. ഹലോ, ടാക്സി. എന്താ തുളസി ഇത്? ഇതേ മാർഗമുള്ളൂ ദീപേ.
ആരെ അറിയിക്കാതെ പോണം. വെളുപ്പിനാ ചെന്നൈ ഫ്ലൈറ്റ്. എല്ലാവരും ഉണരുന്നതിന് മുമ്പ് പോണമെങ്കിൽ ഇപ്പൊ ഇറങ്ങിയാലേ പറ്റൂ. നാളെ രാവിലെ എല്ലാവരും എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ ചെന്നൈയിൽ എത്തിയിരിക്കണം. എല്ലാരോടും പറഞ്ഞ് ഒരു ജോലിക്ക് പോകണമെന്നുള്ള കാര്യം അറിയിച്ച് വളരെ മാന്യമായിട്ട് പോകായിരുന്നില്ലേ തുളസി നിനക്ക്? ടാക്സി, ടാക്സി. അതൊന്നും നടക്കില്ല ദീപേ. ആരും എന്നെ വിടില്ല, അത് ഉറപ്പാ. ഇനി എന്നെ അന്വേഷിക്കണ്ടെന്ന് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പോവാ ദീപേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അവരെയെല്ലാം വേദനിപ്പിക്കല്ലേ ചെയ്യുന്ന? അല്ല, ആരും വേദനിക്കാതിരിക്കാനാ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പലതും തുറന്നു പറയാൻ കഴിയുന്നില്ല. എനിക്കെന്തോ ഒരു കുറ്റബോധം. നീ ചെയ്യുന്നതൊക്കെ ഒട്ടും ശരിയല്ലെന്ന് എന്റെ വിശ്വാസം. ഇതാ ദീപേ ശരി. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശരി. അന്ധവിശ്വാസം ഇതിനൊക്കെ കാരണം. ഇതിൽ എന്താടിയ അന്ധവിശ്വാസം? ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു, ആ നാഡീ ജ്യോതിഷം നോക്കാൻ പോയതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ആ ജ്യോതിഷക്കാരൻ നിന്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞു. ഇല്ല, ആ ജോത്സ്യരെ കാണാൻ പോയത് എന്നെ ദൈവം തോന്നിപ്പിച്ചതാ. അല്ലെങ്കിൽ എന്റെ ആദിയുടെ ജീവൻ ഞാൻ കാരണം ഇല്ലാതാവുമായിരുന്നു. പിന്നെ ആദിയുടെ ജീവൻ ഇരിക്കുന്നത് ആ നാഡീ ജ്യോതിഷക്കാരന്റെ കയ്യിലല്ലേ? ഇപ്പൊ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ മനസ്സിലിപ്പോ ഇരുട്ടാ. ഞാൻ ഫോൺ വെക്കാം. ഇതെവിടേക്കാ ഈ പാതിരാത്രി ബാഗ് തൂക്കി? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ എയർപോർട്ടിലേക്ക് പോവാ. എയർപോർട്ടിലേക്ക്? എന്ത് കാര്യത്തിന്? അവിടുന്ന് ചെന്നൈക്ക് പോവാൻ. അവിടെ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. പിന്നെ നീ ജോലി ചെയ്തിട്ട് വേണമല്ലോ നിനക്കും ആദിക്കും ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ. എനിക്ക് ജോലി ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം. അതിന് ഈ പാതിരാത്രി ഒറ്റയ്ക്ക് പോവാൻ ആരാ നിനക്ക് അനുവാദം തന്നത്? പറയേ, നീ ജയനോടോ പ്രിയോടോ ചോദിച്ചിട്ടാണോ രാത്രി പുറപ്പെട്ടത്? ചോദിച്ചു കേട്ടില്ലേ? ചെന്നൈക്ക് പോവാൻ നീ അവരോട് അനുവാദം ചോദിച്ചിരുന്നോന്ന്? ഇല്ല. അത് ശരി. അപ്പൊ അവരെ ഉറക്കിക്കിടത്തി രായ്ക്ക് രാമാൻ സ്ഥലം വിടുക അല്ലേ? എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? അവരോട് ചോദിച്ചാലൊന്നും അനുവാദം തരില്ല. എനിക്ക് പോയേ പറ്റൂ. രക്ഷകർത്താക്കളുടെ അനുവാദം ഇല്ലാതെ നീ അങ്ങ് പോവും അല്ലേ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു ജോലിയാ. ഈ ജോലി എനിക്ക് അത്യാവശ്യം. എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നമെന്ന്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ലേ? നിന്റെ മനസ്സ് കരയുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. മോളെ, എന്റെ മോള് പറയുന്ന വണ്ടി കയറ്. മോളെ പറയുന്ന അനുസരിക്ക് വന്ന് കേറ്. വാ കേറ്.
എന്താ പ്രസാ? വാ ഇങ്ങോട്ട്. കണ്ടില്ലേ, ഓമനിച്ച് വളർത്തിയ അച്ഛനെ അമ്മയെ ഉറക്കി കിടത്തിയിട്ട് പാതിരാത്രിക്ക് മുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്താ എന്താ ഞങ്ങളീ കേൾക്കുന്നേ? മോളെ, കേൾക്കാനിരുന്നത് രാവിലെ ആയിരുന്നു. വാത്സല്യ സന്താനം എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. ഭാഗ്യത്തിനൊരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് തിരികെ വരുമ്പോ ഒരു പെൺകുട്ടി ബാഗും തൂക്കി ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ഒരു പോലീസുകാരനായതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. നോക്കിയപ്പോഴെല്ലാം ഞെട്ടിപ്പോയത് നമ്മുടെ സന്താനമാ. കേരളത്തേക്ക് വെറുതെ നാട്ടുകാർ ശ്രദ്ധിക്കണ്ട. ഭാഗത്തേക്ക് എന്താടി കാണിച്ചത്? ഇതിലും ഭേദം ഞങ്ങളെ കൊന്നിട്ട് പോയിക്കൂടായിരുന്നോ? നീ എവിടെ പോയതാ ഒറ്റയ്ക്ക്? പറയടി. അവൾക്ക് ചെന്നൈയിൽ ജോലി കിട്ടിയത്രേ. അതുകൊണ്ട് ആരോടും പറയാതെ എയർപോർട്ടിലേക്ക് പോവായിരുന്നെന്ന്. വലിയ ഉദ്യോഗസ്ഥയാൻ പോവല്ലേ. ഇവള് ജോലി ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് കഴിക്കാൻ. ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മോളെ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിന്നോട്? ഞങ്ങളെ വിട്ടേക്ക്. നീ കുറെ നാളായി പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വളർത്തച്ഛനും വളർത്തമ്മയാണെന്ന്. പക്ഷേ നിന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, നിന്നെ താലി കെട്ടിയവൻ. അവൻ എന്ത് മഹാ അപരാധം ചെയ്തു നിന്നോട്? എന്താ മോളെ ഇങ്ങനെയൊക്കെ? കുറെ നാളുകളായി നീ ഞങ്ങളിൽ നിന്നൊക്കെ അകലുകയാ. നിനക്കെന്താ പറ്റിയത്? അതെ, കുറെ കൂടി എടുത്തങ്ങ് കൊഞ്ചിക്ക്. കൂടുതൽ കൊഞ്ചിച്ചെന്റെ സമ്മാനം ഇപ്പൊ അവള് തന്നത്. ചങ്കലേക്ക് ചവിട്ടിയിട്ടല്ല അവള് പോയത്. ഉറക്കത്തിൽ വഞ്ചിക്കുന്നവളെ എങ്ങനെ വിശ്വസിക്കും? അമ്മ, അമ്മ. എന്താ എന്റെ പൊന്നുമോളെ നിനക്ക്? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിനക്ക് പറ്റിയത്? മനസ്സിലുള്ളത് എന്താണെങ്കിലും തുറന്നു പറ മോളെ. ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. എന്താണെങ്കിലും ഞങ്ങളെ കൂടി ഒന്ന് അറിയട്ടെ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മോളെ. തുളസിമോള് പലതും തുറന്ന് പറയുന്നില്ല പ്രസാ. ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നു. ഇവളും ആദ്യമോനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതിവള് പറയാത്തതാ. തുളസി, എന്താ കാര്യം? എന്താണ് നീയും ആദിമോനും തമ്മിലുള്ള പ്രശ്നം? അത് ഞങ്ങൾക്കറിയണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. തുറന്ന് പറ, എന്താ കാര്യം? പറ മോളെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം? ഇവര് തമ്മിൽ എന്തോ തക്കതായ പ്രശ്നമുണ്ട് ഏട്ടാ. ഇവളത് പറയാത്തത് തന്നെയാ. ഇവള് പറയണ്ട, അവനോട് ചോദിച്ചോളാം. നേരെ വല്ലാതെ വൈകി, നിങ്ങൾ ഉറങ്ങാൻ നോക്ക്. എന്തിനാ നീ ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കുന്നത്?
അതി ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോ കുറച്ച് വൈകിപ്പോയി. നീ ഉറങ്ങായിരുന്നു. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ വെച്ചാ? നീയും തുളസിയും തമ്മിൽ എന്താണ് പ്രശ്നം? അതാണോ? ഇതേ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്താ ഞാനും തുളസിയും തമ്മിലുള്ള പ്രശ്നമെന്ന്. സത്യം പറഞ്ഞ എനിക്കറിയില്ല അച്ഛാ. അവളെ എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ആദ്യം അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണമാണെന്ന് വെച്ചാൽ എനിക്കും അറിയാത്തത്. ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണവുമില്ല. അവളാണെങ്കിൽ എന്നിൽ നിന്ന് അകലെയും എന്നെ അവഗണിക്കുകയും ചെയ്യാം. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ചാ? ഇതെന്താ അച്ഛാ തുളസിക്ക് പറ്റിയിരിക്കുന്നത്? അതാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ അവളോട് ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ നോവിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാ അവൾക്ക് എന്നോട് ഇത്ര ദേഷ്യം? മോനെ, ചിലപ്പോ അവളുടെ അനുഭവങ്ങളായിരിക്കും അവളെ നിന്നിൽ നിന്ന് അകന്നു പോവാൻ പ്രേരിപ്പിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ചെറു പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിച്ച ദുരിതങ്ങൾ, വേദനകൾ. കല്യാണം കഴിച്ചു വന്ന വീട്ടില് സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ? എന്ന് തുടങ്ങിയതാ ഈ ദുർഗയുടെ അംഗം അവളോട്. ഇതിനെന്തെങ്കിലും ഒരു അവസാനമുണ്ടോ? ഈ വീടിനകത്താണെങ്കിൽ തുളസിയെ ആക്രമിക്കാനും അപമാനിക്കാനുമായിട്ട് ദുർഗയുടെ പരിവാരങ്ങളായി കുറെ ശവന്തീനികളുമുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് അവൾ തളർന്നു. ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടൊരു ജീവിതമുണ്ടോ? അതിനവൾക്ക് അനുവാദമുണ്ടോ? അതിന് അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്നെ അവഗണിക്കുന്ന എന്തിനാ? എടാ, അവളുടെ മനസ്സ് അങ്ങനെ ആയി പോയതാ. നീ അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കണ്ട. സ്നേഹത്തോടെ മാത്രമേ ഒരു പെണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയൂ. നിന്നോട് അവൾക്ക് എന്തെങ്കിലും മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അവള് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് കരുതി എടാ നീ അവളോടങ്ങ് ക്ഷമിച്ചേക്ക്. അച്ഛാ, അതിന് എനിക്ക് അവളോട് വിഷമമൊന്നുമില്ല. അവൾ എന്നോട് മിണ്ടാതെ അടുക്കാതെ നടക്കുന്നതിന്റെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയല്ല ആദി, അവളെ സന്തോഷിപ്പിക്കാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എടാ, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ സാമീപ്യമാണ്. അവളെ കൊണ്ട് നീ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും.
ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനും അമ്മയാണ് സത്യം. ആദ്യയുടെ ജീവിതത്തിൽ ഇനി ഞാനുണ്ടാവില്ല. ഇത് സത്യം.